ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. മോർണിംഗ് ടീയുടെ പുതിയൊരു അധ്യായം. ഇന്ന് നമ്മൾ സയൻസ് സംസാരിക്കുകയാണ്. PSC പരീക്ഷകൾ 2025 തുടർന്നുള്ള വർഷങ്ങളിലും PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു അറിവ്. രാവിലെ ഒരു ചൂട് ചായയോടൊപ്പം നല്ലൊരു അറിവ് നിങ്ങൾക്ക് സമ്മാനിക്കുക, നിങ്ങൾക്ക് നല്ല PSC ഓർമ്മകൾ നൽകുക. ഇതിനോടൊപ്പം ഈ ഒരു ചൂട് ചായ കുടിക്കുന്നതോടൊപ്പം നമുക്ക് PSCയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുക. ഇതൊക്കെയാണ് മോർണിംഗ് ടീയുടെ ഉദ്ദേശം. തരുന്നത് ഒരു കുഞ്ഞറിവാണെങ്കിലും ആ അറിവിൽ വ്യത്യസ്തതയുണ്ടാവും. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ മോർണിംഗ് ടീയുമായി വന്നു നിൽക്കുന്ന വ്യക്തികൾ, അധ്യാപകർ, അവർ അധ്യാപകരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റീഫൻ സാറും നമ്മുടെ സലീം സാറും ഞാനും ഒക്കെയും അങ്ങനെയാണ്. നമുക്ക് 2025 പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 വിഷയങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കുക. ഹാജാസ് ക്ലാസ്സസ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് MEM സീരീസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വിളിച്ച് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് PSC സംബന്ധമായ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആസ്വദിച്ച് പഠിക്കാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലാറ്റിൻ ഭാഷയിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള മൂലകം ഏതാണ്? പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണ് ഉള്ളത്. ഈ 118 മൂലകങ്ങളിൽ പല മൂലകങ്ങളുടെയും പേരുകൾ അത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. റോമൻ ഭാഷയിൽ നിന്ന് വന്നതും ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതും അറബിക് ലാംഗ്വേജിൽ നിന്ന് വന്നതും ഇംഗ്ലീഷിൽ നിന്ന് ഡിറൈവ് ചെയ്തതുമായിട്ടുള്ള പലതരത്തിലുള്ള മൂലകങ്ങളുമുണ്ട്. ചില മൂലകങ്ങൾ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ചില മൂലകങ്ങൾ ദേവതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ചില മൂലകങ്ങൾ ഗ്രഹങ്ങളെയും, ചില മൂലകങ്ങൾ നക്ഷത്രങ്ങളെയും, ചില മൂലകങ്ങൾ ഭൂഖണ്ഡങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുമ്പോൾ ചില മൂലകങ്ങൾ നിറങ്ങളെ സൂചിപ്പിക്കുന്ന, രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന മൂലകങ്ങളുമുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ചോദ്യം വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലാറ്റിൻ ഭാഷയിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ടുള്ള മൂലകം ഏതാണ്? PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നാട്രിയം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? നാട്രിയം എന്നറിയപ്പെടുന്ന മൂലകമാണ് സോഡിയം. അപ്പോൾ നമുക്ക് ആൻസർ പറയാം, സോഡിയം ആണ് ഇതിൻ്റെ ഉത്തരം. ബാക്കി ലിഥിയം, ഓക്സിജൻ, ഹീലിയം ഒക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ സോഡിയം. അതേപോലെ തന്നെയാണ് നമുക്ക് സോഡിയം എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം സോഡിയം എന്ന് എഴുതുന്ന സിമ്പൽ Na എന്നാണ്. ഈ Na എവിടെ നിന്നാണ് വന്നത്? സോഡിയം ആണെങ്കിൽ SO എന്നല്ലേ വരേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് മറ്റേതോ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് നാട്രിയമാണ്. ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോഴാണ് അത് സോഡിയമായി മാറിയത് എന്ന് മനസ്സിലാക്കുക. പൊട്ടാസ്യം, കാലിയം, ഹൈഡ്രാർജിറം, മെർക്കുറി, പ്ലംബം, ലെഡ്, അർജന്റീനം, സിൽവർ, ഓറം, സ്വർണം, അതുപോലെ സ്റ്റാനം, ടിന്ന്, അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫെറം, ഇരുമ്പ്. ഇങ്ങനെയുള്ള എലമെൻറ്റുകളുടെ എല്ലാം പേരുകൾ നമ്മൾ പറയുന്ന പേരിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചല്ല അതിൻ്റെ സിമ്പലുകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇത്തരം മൂലകങ്ങളെ നമ്മളൊന്ന് കരുതിയിരിക്കുക. അപ്പോൾ നമുക്ക് സോഡിയത്തെക്കുറിച്ച് വ്യക്തമായി ഒന്ന് സംസാരിക്കാം. ഇന്നത്തെ മോർണിംഗ് ടീ അങ്ങനെ ആയിക്കോട്ടെ. പീരിയോഡിക് ടേബിളിലെ 11ാമത്തെ മൂലകമാണ് സോഡിയം. പീരിയോഡിക് ടേബിളിലെ 11ാമത്തെ മൂലകമാണ് സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11. മറക്കരുത്, സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. മാസ് നമ്പർ 23. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോഡിയത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് 11 പ്രോട്ടോൺ ഉണ്ട് എന്നാണ്. സോഡിയത്തിൽ 11 പ്രോട്ടോൺ ഉണ്ട്. സോഡിയത്തിൻ്റെ ന്യൂക്ലിയസ് ഇതാണ്. ഇതിനകത്ത് 11 പ്രോട്ടോൺ ഉണ്ട്. ഇതിനകത്ത് ന്യൂട്രോണുകളുടെ എണ്ണം 12 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് മാസ് നമ്പർ ഉണ്ടാകുന്നത്. മാസ് നമ്പർ 23 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 മാസ് നമ്പർ 23 ആണ്. ഇതിനൊരു അർത്ഥമുണ്ട്. സോഡിയത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളുടെ എണ്ണം 11, എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം 12. ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. സോഡിയം നാട്രിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ഡിറൈവ് ചെയ്തു വന്ന ഒന്നാണ് സോഡിയം. സോഡിയത്തെക്കുറിച്ച് നിങ്ങളോട്
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് മണ്ണെണ്ണ. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് സോഡിയം. പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ്. സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സാധാരണ പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും? മൂർച്ചയേറിയ ഒരു പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു മൂലകമാണ് സോഡിയം. അതുപോലെ വാഷിംഗ് സോപ്പുകളിൽ കാണപ്പെടുന്ന മൂലകമാണ് സോഡിയം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കോശങ്ങളിലേക്ക് പദാർത്ഥ സംവഹനം നടത്താൻ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഘടകങ്ങളെ കോശങ്ങളുടെ ഉള്ളിലാക്കാനും കോശങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരു പമ്പ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോഡിയം പൊട്ടാസ്യം പമ്പ്, അതിൽ വരുന്ന എലമെൻ്റാണ് സോഡിയം. സോഡിയം എന്ന് പറയുന്ന എലമെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല Na2CO3. എൻ്റെ പൊന്നു പിള്ളേരെ, ഫോർമുല അടക്കം പഠിക്കണം. എന്തെല്ലാം സാറ് ക്ലാസ്സിനകത്ത് പറഞ്ഞു തരുമോ അത്രയും പഠിക്കണം. ഇതിനേക്കാൾ മികച്ചൊരു സയൻസ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടൂല എന്ന ധാരണയിലാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇതിനേക്കാൾ ബെസ്റ്റായ ഒരു സയൻസ് ക്ലാസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട് കിട്ടരുത്. അത്രയും കാര്യങ്ങൾ വ്യക്തതയോടെ നിങ്ങളിലേക്ക് എത്തിക്കണം. ഇതാണ് മോർണിംഗ് ടീയുടെ ഉദ്ദേശം. ശ്രദ്ധിക്കണം, സോഡിയം കാർബണേറ്റ് എഴുതുമ്പോൾ Na2CO3 എന്ന് എഴുതുക. വാഷിംഗ് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നു. കോസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്ന സാധനമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി സോഡിയം കാർബണേറ്റ് നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സോൾവേ പ്രോസസ്. സോൾവേ പ്രോസസ് +1 പഠിക്കാനുണ്ട്. സോൾവേ പ്രോസസ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം സോഡിയം കാർബണേറ്റ് വ്യാവസായികപരമായി നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സോൾവേ പ്രോസസ്. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഇലക്ട്രോലൈസിസിലൂടെയാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കറിയുപ്പിൻ്റെ ഇലക്ട്രോലൈസിസിലൂടെയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികപരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. സോഡിയമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഗ്ലാസ്, സോപ്പ്, ബൊറാക്സ്, കോസ്റ്റിക് സോഡ, ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് സോഡിയം കാർബണേറ്റ് ആണ് എന്ന്. നാട്രിയം എന്ന പേരിൽ നിന്നും, ലാറ്റിൻ ഭാഷയിലെ നാട്രിയം എന്ന് പറയുന്ന പേരിൽ നിന്നും ഉണ്ടായ സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH നിർമ്മിക്കുന്ന കോസ്റ്റിക് സോഡ നിർമ്മിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് ഇലക്ട്രോലൈസിസ്, വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം കണ്ടെത്തിയ ആളിന്റെ പേര് മൈക്കിൾ ഫാരഡേ. ഈ കോസ്റ്റിക് സോഡ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, പെട്രോളിയം റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ബോക്സൈറ്റിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കും. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. അലൂമിനിയത്തിന്റെ അയിരിന്റെ പേരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിനകത്തിരിക്കുന്ന മാലിന്യത്തെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പെട്രോളിയം റിഫൈനിങ്ങിനും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ലബോറട്ടറികളിലെ പരീക്ഷണങ്ങൾ നടത്താനും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. +2 പിള്ളേർ ഈ ടെസ്റ്റ് ട്യൂബിനകത്തൊക്കെ വെച്ചിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടല്ലേ, സോൾട്ട് അനാലിസിസ്, ടൈട്രേഷൻ ഒക്കെ. അതിനൊക്കെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ് എന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, സ്കിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നാൽ, സ്കിന്നിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അവിടെ ആൻറ്റിസെപ്റ്റിക്കായി, അവിടെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയ ബാക്ടീരിയ പോലെ അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഏജന്റ് വന്നു എന്നാണ്, ഒരു മൈക്രോബ്. അപ്പൊ അതിനെതിരെ ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ സംയുക്തത്തെ വിളിക്കുന്ന പേരാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇവിടെ 3 കൂടെ ഉണ്ട് കേട്ടോ.
സോഡിയം ബൈകാർബണേറ്റ്. NaHCO3. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ HCO3. അപ്പോൾ സ്കിൻ ഇൻഫെക്ഷന് ആന്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്നത് ആരെയാണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന, ഭയങ്കര തീപിടുത്തമുണ്ടായി, നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷർ അവിടെ അപ്ലൈ ചെയ്യും. അതിനകത്ത് ഫയർ എക്സ്റ്റിങ്വിഷറിനകത്ത് ആരാണുള്ളത്? സോഡിയം ബൈകാർബണേറ്റ്. നമ്മൾ സോഡാപ്പൊടി എന്നൊക്കെ പറയും. സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ എന്താ പറയുക, അപ്പക്കാരം എന്നൊക്കെ പറയും. അപ്പക്കാരം അറിയപ്പെടും. പണ്ട് PSC ചോദിച്ചിട്ടുണ്ട് അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ്, അപ്പക്കാരം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സ്കിൻ ഇൻഫെക്ഷൻ വന്നാലും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിലുണ്ടായി, ഇച്ചിരി സോഡാപ്പൊടി എടുക്കുക, ഒന്ന് വെള്ളത്തിൽ കലക്കുക, ഒന്ന് തേച്ചാൽ അതും മാറും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ നമ്മൾ പോയി കടയിൽ പോയി വാങ്ങുന്ന സമയത്തേ നമ്മൾ അതിൻ്റെ എക്സ്പയർ ഡേറ്റോ എന്നാണ് മാനുഫാക്ചറിങ് ഡേറ്റോ ഒന്നും വാങ്ങില്ല. നമ്മൾ ആക്രാന്തം പിടിച്ചെന്ത് ചെയ്യും? വാങ്ങുന്നു, പൊട്ടിക്കുന്നു, അടിക്കുന്നു. മനസ്സിലായോ? ഈ ബേക്കറി സാധനങ്ങളൊക്കെ നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇതിനകത്ത് ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടി, കാലാകാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങളെയാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ഈ പ്രിസർവേറ്റീവിന്റെ പേരാണ് സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന പദാർത്ഥമാണ് സോഡിയം സിട്രേറ്റ്. വേറെ പദാർത്ഥങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്, എങ്കിലും സോഡിയത്തിന്റെ സംയുക്തം സോഡിയം സിട്രേറ്റ്, വ്യാപകമായി ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ്. വാട്ടർ ഗ്ലാസ്, നിരന്തരമായി PSC ചോദിച്ചൊരു ചോദ്യമാണ് വാട്ടർ ഗ്ലാസ്, സോഡിയം സിലിക്കേറ്റ്. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലവണം PSC ചോദിക്കും സോഡിയം ക്ലോറൈഡ്, രണ്ടാമത്തത് മെഗ്നീഷ്യം ക്ലോറൈഡ്. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാമത്തെ ലവണമാണ് സോഡിയം ക്ലോറൈഡ്, രണ്ടാമത്തത് മെഗ്നീഷ്യം ക്ലോറൈഡ്. ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായം പറയാതെ നിങ്ങൾ പോകരുത്. ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കാശ് കൊടുക്കാതെ ഒരു വെളിയിലേക്ക് ഇറക്കി വിടുമോ? നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒരു കമൻറ്റ് വരുമ്പോഴാണ് ഇത് ആൾക്കാർക്ക് കൂടുതൽ കാണാനുള്ള പ്രചോദനമാകുന്നത്. നിങ്ങളൊരു കമൻറ്റ് വീഴുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. അടുത്തത്, നമ്മൾ സോഡിയം ഉൽപ്പാദിപ്പിക്കുന്നു. സോഡിയം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടത്തിവിടണം. അങ്ങനെ സോഡിയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടത്തിവിട്ട് നമ്മൾ സോഡിയത്തെ നിർമ്മിക്കുമ്പോൾ അവിടെ നമുക്ക് അതിനോടൊപ്പം ഫ്രീ ആയി കിട്ടുന്നൊരു സാധനമാണ് ക്ലോറിൻ. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ, ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാ? ഫ്ലൂറിനാണ്. രണ്ടാമതാരാ? ക്ലോറിൻ. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ്. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. അതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിമുണ്ട്. ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സ് ചെയ്യാൻ അതിനുപയോഗിക്കുന്നതാണ് സോഡിയം തയോസൾഫേറ്റ്. അപ്പം സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായി ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. ഇനി കാറുകളിൽ എയർ ബാഗ് ഉണ്ട് അല്ലേ? കൂടിയ കാറുകളിലൊക്കെ എയർ ബാഗ് ഉണ്ട്. ഈ എയർ ബാഗുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സുരക്ഷ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോഡിയം അസൈഡ്. ഇത് റീസെൻ്റ് അല്ല, 1 വർഷം മുമ്പുള്ള ഒരു എക്സാമിന് ചോദിച്ചപ്പം ഒറ്റ ആളിനും ഉത്തരം അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഈ ചോദ്യം തന്നെ എല്ലാവരും പരിചയപ്പെടുന്ന ആ ഒരു പരീക്ഷയിലൂടെയാണ്. സോഡിയം അസൈഡ്. ഓക്കെ, അപ്പോൾ എയർ ബാഗിൽ എന്താണ്? സോഡിയം അസൈഡ് ആണ്. അന്തർവാഹിനികൾ കേട്ടിട്ടുണ്ടോ? കടലിലൂടെ, വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന അന്തർവാഹിനികൾ, സബ്മറൈൻസ്, വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തം. അപ്പോൾ അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം പെറോക്സൈഡ്. അപ്പോൾ സോഡിയം പെറോക്സൈഡ്, സോഡിയത്തിന്റെ സിമ്പൽ Na എന്നാണ്. അപ്പോൾ സോഡിയം പെറോക്സൈഡ് Na2O2
സോഡിയം പെറോക്സൈഡ്, NaO2 സോഡിയം, ഇങ്ങനെ പറയാം കേട്ടോ, ഇങ്ങനെ പറയുന്നുണ്ട്. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ്, ഫോർമുല Na2O2. ഇനി ജ്വാലകൾക്ക് മഞ്ഞ നിറം, നമുക്കറിയാലോ പലതരത്തിലുള്ള ഫ്ലെയിമുകൾക്ക് പല നിറമാണ്. ബ്രിക്ക് റെഡ് ഉണ്ട്, സാധാരണ മഹാഗണി റെഡ് ഉണ്ട്, റെഡ് തന്നെ പലതരത്തിലുണ്ട്, ആപ്പിൾ ഗ്രീൻ ഉണ്ട്. ഇങ്ങനെ ഫ്ലെയിമുകൾക്ക് പലതരത്തിലുള്ള നിറങ്ങളുണ്ട്. ഒരു ജ്വാലയ്ക്ക്, ഒരു ഫ്ലെയിമിന് യെല്ലോ കളർ കിട്ടണമെങ്കിൽ വെടിമരുന്നിനോടൊപ്പം, നമുക്കറിയാലോ ഇപ്പോൾ ക്രാക്കേഴ്സിനൊക്കെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് അല്ലേ, ഈ പൂത്തിരിക്കൊക്കെ പലതരത്തിലുള്ള കളറുകൾ വരാം. അവിടെ യെല്ലോ കളർ കിട്ടണമെങ്കിൽ അതിനകത്തൊരു രാസപദാർത്ഥം ചേർക്കുക, അതിൻ്റെ പേര് അതെന്തായിരിക്കണം? സോഡിയം സോൾട്ട് ആയിരിക്കണം, സോഡിയം ലവണം. അപ്പോൾ ഫ്ലെയിമുകൾക്ക് യെല്ലോ നിറം കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് സോഡിയം സോൾട്ടാണ്. ഇനി വ്യാവസായിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന അശുദ്ധ രൂപത്തിലുള്ള സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ആഷ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, ബ്ലാക്ക് ആഷ്. വ്യാവസായിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന പ്യുവർ അല്ലാത്ത ഇംപ്യുവർ ഫോം ഓഫ് സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ആഷ്, ബ്ലാക്ക് ആഷ് എന്ന് പറയും. എന്നാൽ പൊട്ടാസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന K2CO3, പൊട്ടാസ്യം കാർബണേറ്റ്, ഈ ഫോർമുലകളും കൂടെ പഠിക്കണം കേട്ടോ. സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും? Na2CO3 എന്ന് എഴുതും. പൊട്ടാസ്യം കാർബണേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും? K2CO3 എന്ന് എഴുതും. പൊട്ടാസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സംയുക്തം അറിയപ്പെടുന്ന പേരാണ് പേൾ ആഷ്. അപ്പോൾ പേൾ ആഷ് എന്ന് അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. ഇനി സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ എന്നറിയപ്പെടുന്ന സാധനം രണ്ട് രാസപദാർത്ഥങ്ങളുടെ മിക്സ്ചറാണ്. ഏതൊക്കെയാണ്? സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും. റോഡിൽ ചില രാജ്യങ്ങളിലൊക്കെ രാത്രിയാകുമ്പോൾ റോഡൊക്കെ ഉണ്ടാവും, ഭയങ്കര മഞ്ഞ് വന്ന് മൂടും. അതിനുശേഷം ഈ രാവിലെ അവർക്ക് യാത്രാക്ലേശം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ റോഡിലെ മഞ്ഞ് ഉരുക്കി കളയണമല്ലോ, അതിന് ഹെലികോപ്റ്ററുകളിൽ ചില മഞ്ഞുരുക്കാനുള്ള ചില ഏജന്റുകൾ ഇവിടെ ആഡ് ചെയ്യും. അതാണ് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ. അപ്പോഴും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, മഞ്ഞുരുകിയാൽ വെള്ളമാവൂലേ? ഈ വെള്ളം എവിടെയെങ്കിലുമൊക്കെ ഒലിച്ചു പോയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് അത് ആ ഉപ്പ് ഇടുന്ന രീതിക്കും ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചില ശൈത്യരാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11. മാസ് നമ്പർ എത്രയാ? 23. സോഡിയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് സോഡിയം. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരെല്ലാമാണ് ഉള്ളതെന്ന് അറിയാമോ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫൈനലി ഫ്രാൻഷ്യം. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന്. ആൽക്കലി ലോഹങ്ങൾ എന്ന്. ഇതിൽ നാട്രിയം എന്ന് അറിയപ്പെടുന്ന എലമെന്റാണ് സോഡിയം. കാലിയം എന്നറിയപ്പെടുന്ന എലമെന്റാണ് പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് എലമെന്റുകളാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇന്ന് ഈ മോർണിംഗ് ടീയിൽ നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. PSCയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കോഴ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയമൊക്കെ മാറ്റി നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നൊരു ഫീസാണോ എന്നൊക്കെ പൂർണ്ണമായി ബോധ്യം വന്നതിന് ശേഷം, നിങ്ങൾ പറ്റിക്കപ്പെടില്ല എന്ന് സാധാരണ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ കിട്ടുന്നത് പോലത്തെ ക്ലാസ് അല്ല, ഇത് ജെനുവിനിറ്റി ഉണ്ട്, ഇത് നല്ല ക്ലാസ്സാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുത്തിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.